So, how do you view the Marxist theory that material conditions are the main cause of ideological change? ഇത് നമ്മൾ ഒരുപാട് പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഭൗതികമായ സാഹചര്യങ്ങളാണ് ആശയപരമായ സാഹചര്യങ്ങളുടെ കാരണം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു തിയറി യഥാർത്ഥത്തിൽ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഓർഡർ വെച്ച് നോക്കുകയാണെങ്കിൽ ശരിയല്ല. പക്ഷെ ഭൗതിക സാഹചര്യങ്ങൾ എപ്പോഴും ആശയപരമായ സാഹചര്യങ്ങളെ ബാധിക്കുമല്ലോ. അത് ഉദാഹരണമായിട്ട് നിങ്ങൾക്ക് വിശപ്പുണ്ടാകുമ്പോൾ നിങ്ങൾ ആഹാരം മോഷ്ടിക്കും. അപ്പോൾ നമുക്ക് വേണേൽ പറയാം, അല്ലെങ്കിൽ നിങ്ങൾ കഴിക്കാത്ത ആഹാരം കഴിക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണ്? നിങ്ങളുടെ ആ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നാണ് ആ ആശയം നിങ്ങൾക്ക് സ്വീകാര്യമാകുന്നത്. അങ്ങനെ വരാം. അത് ബേസിക് ആയിട്ട് തോന്നണം. അത് കണ്ടുകൊണ്ടാണ് പെട്ടെന്ന് നമ്മളുടെ മാർക്സ് ഇങ്ങനെ അങ്ങ് എഴുതി വെച്ചത് എന്നുള്ളതാണ്. പക്ഷെ ഇതിനകത്തൊരു പ്രശ്നമുള്ളത്, മാർക്സ് പറയുന്ന അനുസരിച്ച് ഈ ബേസും സൂപ്പർ സ്ട്രക്ചറും എന്ന് പറയുന്ന സാധനമാണ്. ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭൗതികമായ സാഹചര്യങ്ങൾ. അപ്പോൾ അഗ്രികൾച്ചർ, ഇൻഡസ്ട്രി, അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യമാണ് ഒരു ജനതയെ സംബന്ധിച്ചുള്ള ഭൗതികമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻസ്. ഇതൊക്കെയാണ് ബേസ് എന്ന് പറയുന്നത്, അടിത്തട്ടെന്ന് പറയുന്നത്. എന്നാൽ അതിൻ്റെ മേലൊരു സൂപ്പർ സ്ട്രക്ചർ ഉണ്ട്, ലൈക്ക് മതം, രാഷ്ട്രീയം, സംസ്കാരം, ഭാഷ, കല. ഇതെല്ലാമാണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പം അടിത്തട്ടും മേൽക്കൂരയും എന്നുള്ളൊരു സങ്കല്പമാണ് ഇവർ അവതരിപ്പിക്കുന്നത്. അപ്പൊ ഇവർ പറയുന്നത് അടിത്തട്ട് മാറുന്നതനുസരിച്ച് മേൽത്തട്ട് മാറും എന്നാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം, ഇപ്പോൾ അഗ്രികൾച്ചർ ബേസ്ഡ് സൊസൈറ്റിയിൽ നിന്ന് ഇൻഡസ്ട്രി ബേസ്ഡ് സൊസൈറ്റിയിലേക്ക് പോകുമ്പോൾ അതനുസരിച്ച് അതിന് മുകളിലുള്ള രാഷ്ട്രീയവും മതവും കലയും സംസ്കാരവും ഭാഷ ഇതെല്ലാം മാറുമെന്നാണ് അവർ പറയുന്നത്. ഇത് തന്നെയാണ് മാർക്സ് കുറച്ചുകൂടെ വലിച്ച് നീട്ടി പറഞ്ഞിട്ടുള്ളത്. എന്താണ്, ഈ മതം ഇല്ലാതാകണമെങ്കിൽ മതത്തെ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാകണം എന്ന് പറയും. കേൾക്കുമ്പോൾ ഭയങ്കര രസകരമായി പെട്ടെന്ന് അങ്ങനെ ശരിയല്ലേ, മതം ഇല്ലാതാകണമെങ്കിൽ മതത്തെ നിർമ്മിക്കുന്ന സാഹചര്യങ്ങൾ ഇല്ലാതാക്കിയ പോലെ. ലൈക്ക് ചക്കക്കുരു ഇല്ലാതാക്കാനായിട്ട് എന്ത് ചെയ്യണം? പ്ലാവ് തന്നെ ഇല്ലെങ്കിൽ പിന്നെ ചക്കക്കുരു ഇല്ലല്ലോ. ആ രീതിയിലുള്ള ഒരു ചിന്തയാണ്. പക്ഷെ ഇങ്ങനെയല്ല യഥാർത്ഥത്തിൽ സൊസൈറ്റി വർക്ക് ചെയ്യുന്നത്. ഇങ്ങനെ തീർച്ചയായിട്ടും ഇതൊരു 2-way ഡയറക്ഷൻ, 1-way അല്ല ഇത്. ചില കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടല്ലേ, അങ്ങോട്ടും ഇങ്ങോട്ടും ആരോ ഇട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അതേപോലെയാണ് നമ്മൾ സമൂഹത്തെ കാണുന്നത്. മനുഷ്യന്റെ മനസ്സിനെയോ അവന്റെ സംസ്കാരത്തെ അവന്റെ പുരോഗതിയോ ചിന്താഗതികളോ ഒന്നും ഈ രീതിയിലുള്ള വളരെ യൂണിഡൈമെൻഷനും യാന്ത്രികമായിട്ടുള്ള ഒരു സിദ്ധാന്തത്തിലൂടെ നമുക്ക് വിശദീകരിക്കാനേ സാധിക്കില്ല. ഇപ്പൊ ഉദാഹരണമായിട്ട് ഇവർ പറയുന്നത്, ഇപ്പൊ തൊഴിലാളി വിപ്ലവം ഉണ്ടായി കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെല്ലാം മാറുമെന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ ഇവിടെ ഇരിക്കുന്ന കുറെ ബുദ്ധിജീവികൾ, ഈ പെയ്ഡ് ബുദ്ധിജീവികൾ മാറുമായിരിക്കും. അങ്ങനെയല്ല മാറുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് ഞാൻ പറയാം, ആശയം പലപ്പോഴും ഉണ്ടാവുന്നത് എവിടെ നിന്നാണ്? ഈ അടിത്തട്ടിൽ നിന്നല്ല. അത് അടിത്തട്ടിൽ നിന്നും ഉണ്ടാകാം, മേൽത്തട്ടിൽ നിന്നും ഉണ്ടാകാം. ഉണ്ടാകുന്നത് നല്ല ആശയമാണെങ്കിൽ അതിനെ മേൽത്തട്ടെന്നാണ് നമ്മൾ പറയുക. ഇപ്പം വലിയ വലിയ കണ്ടുപിടുത്തങ്ങളെല്ലാം തന്നെ നമുക്കറിയാം, അത് വ്യക്തി നേട്ടങ്ങളാണ്. അത് ഏതെങ്കിലും സർക്കാരോ ഏതെങ്കിലും പാർട്ടിയോ ഉണ്ടാക്കിയ നേട്ടങ്ങളല്ല. ഇലക്ട്രിക് ലാമ്പായാലും വേറെ എന്ത് കാര്യമായാലും ഒരു വ്യക്തി അവന്റെ ചിന്തകളുടെ ഒരു എന്താ പറയുന്ന ഒരു പീക്കില് എത്തിച്ചേരുന്ന കുറെ നിഗമനങ്ങളും കുറെ കണ്ടെത്തലുകളും തിരിച്ചറിവുകളും ഒക്കെയാണ് എൻ്റെ സമൂഹത്തിന് വഴിവിളക്കായി മാറുന്നത്. നമ്മുടെ എല്ലാ കണ്ടുപിടുത്തങ്ങളും നോക്കുക, അതൊന്നും ഒരു കളക്റ്റീവ് എഫേർട്ടോ അടിത്തട്ടിലുണ്ടായ മുന്നേറ്റമോ അല്ലെങ്കിൽ റാലി നടത്തിയോ സമരം നടത്തിയോ ഒന്നും ഉണ്ടാക്കിയല്ല. ഇത് ഒരു അർണോൾഡ് ടോയിൻബിയുടെ ഒക്കെ പറയുന്നുണ്ട്, ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റി എന്ന് പറയുന്ന സാധനമുണ്ട്. അതായത് സർഗാത്മകമായിട്ടുള്ള ഒരു ന്യൂനപക്ഷം, ചിന്താശേഷിയുള്ള ഒരു ന്യൂനപക്ഷം കണ്ടെത്തുന്ന കാര്യങ്ങളുടെ ഗുണമാണ് യഥാർത്ഥത്തിൽ ജനങ്ങൾക്ക് മൊത്തം കാണുന്നത്. ഇപ്പൊ നമ്മുടെ ഇരിക്കുന്ന മൊബൈൽ ഫോൺ, ഈ മൊബൈൽ ഫോണിനെ കുറിച്ച് ഒരു ചുക്കും ഇത് ഉപയോഗിക്കുന്ന ഒരാൾക്ക് അറിയില്ല. മനസ്സിലായല്ലേ? നമ്മൾ സഞ്ചരിക്കുന്ന എന്തു കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പൊ തന്നെ ഈ ലൈവിന്റെ ഞാൻ ഇരുന്ന് പറയുന്ന പല കാര്യങ്ങളെ കുറിച്ച് എനിക്കൊരു ധാരണയില്ല. അപ്പൊ ഇതെല്ലാം, എന്നാൽ ഞാൻ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് ചിലപ്പോൾ ഇത് ഉണ്ടാക്കിയവർക്കും ഒരു ധാരണ ഉണ്ടാവണമെന്നില്ല. അപ്പൊ ഇതിനകത്തൊരു ഓസ്മോസിസ് ഭയങ്കരമായിട്ടുണ്ട്, 2-way ആണ്. എപ്പോഴും തിരിച്ചും വേണമെങ്കിൽ പറയാം, ഇതേ കണക്ക് മുകളിലുണ്ടാവുന്ന മാറ്റങ്ങളാണ് താഴെ ഉണ്ടാവുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പൊ ഉദാഹരണമായിട്ട് താഴെ ഉണ്ടായിരുന്ന ആളുകൾ പണ്ടെന്താണ് ധരിച്ചിരുന്നത്? അവർക്ക് വസ്ത്രമേ ഉണ്ടായിരുന്നില്ല, പിന്നെ അവർ തോർത്തെടുത്തു. ഇപ്പൊ അവർ പാൻസ്, ഇനി അവർ ബർമുഡ. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നതാണ്? ഈ ഗ്രാമങ്ങളിൽ നിന്ന് ഉണ്ടാവുന്ന സാമൂഹ്യ മാറ്റങ്ങളിൽ നിന്നാണോ? അല്ല, ഇതെല്ലാം മേളിൽ നിന്ന് താഴോട്ടാണ് വരുന്നത്. അവരുപയോഗിക്കുന്ന വസ്തുക്കൾ, അവരുപയോഗിക്കുന്ന ഫോണുകൾ, എല്ലാ സാധനങ്ങളും നോക്കുക, അവരെ കാണുന്ന സിനിമകൾ, ഇതെല്ലാം മേളിൽ താഴോട്ടാണ് വരുന്നത്. അപ്പം ഈ ഭൗതിക സാഹചര്യങ്ങൾ മാറുമ്പോൾ അല്ലെങ്കിൽ അടിത്തട്ട് മാറുമ്പോൾ ബേസ് മാറുന്നു എന്നുള്ളത്
അത് ശരിക്കും വളരെ ശുഷ്കമായ ഒരു കഴമ്പില്ലാത്ത ഒരു സിദ്ധാന്തമാണ്. അങ്ങനെയും സംഭവിക്കുന്നുണ്ടെന്ന് വെച്ചാൽ അങ്ങനെയും സംഭവിക്കും. കാരണം വെച്ചാൽ താഴെത്തട്ടി നടക്കുന്നതും മേളിത്തട്ടി നടക്കുന്നതിനെ ആശ്രയിക്കാമല്ലോ, അത് വരാമല്ലോ. ഇതിനകത്തൊരു ഒരു കൊള്ളക്കൊടുക്കൽ എന്ന് പറയുന്നത്, കൊള്ളുക കൊടുക്കുക എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടല്ലോ, അത് മനസ്സിലാക്കുക. മനുഷ്യനെ എന്താന്ന് മനസ്സിലാക്കാത്ത ഒരു വളരെ വ്യാജമായ ഒരു സിദ്ധാന്തമാണ് ബേസിക്കലി മാർക്സിസം. അവന്റെ വികാരങ്ങളോ വിചാരങ്ങളോ ചിന്തകളോ എല്ലാം പോട്ടെ, അവന്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സംഗതിക്ക് പുല്ലുവില കൊടുക്കുന്ന ഒരു ഓട്ടോക്രാറ്റിക് തിയോളജിക്കൽ കോൺസെപ്റ്റ് ആണ് മാർക്സിസം. അത്രേ ഉള്ളൂ.